തലസ്ഥാന നഗരി പിടിച്ചെടുക്കേണ്ടത് ഓരോ പാർട്ടിയുടെയും ആവശ്യകതയാണ്. കാരണം തിരുവനന്തപുരം ജില്ല പിടിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ് കേരള സംസ്ഥാനം ഭരിക്കാൻ സാധ്യത ഏറെയുള്ളത് എന്ന തരത്തിലേക്കുള്ള ഒരു വാദമൊക്കെ കാര്യമായ രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വരാറുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര സീറ്റുകൾ തിരുവനന്തപുരത്ത് പിടിച്ചെടുക്കുക എന്നതിൻ്റെ ആദ്യഘട്ടമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ PC വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളെയും പാർട്ടി പ്രവർത്തനത്തിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ മത്സരിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് കോൺഗ്രസ് നടത്തിയത്. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങളെ പഴയതുപോലെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തേണ്ട ആവശ്യകത കോൺഗ്രസിനുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിനോട് ചേർന്ന് നിന്നിരുന്ന നായർ വോട്ടുകൾ 2019-ലെയും 24-ലെയും 21-ലെയും ഒക്കെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അനുകൂലമായി പോയതിൻ്റെ ഒരു പ്രതിഫലനം കൂടി തന്നെയാണ് കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോവുകയും അവിടെ ഇടതുപക്ഷത്തിന് അപ്രമാദിത്യം ഉണ്ടാവുകയും നായർ വോട്ടുകൾ BJPക്കും കോൺഗ്രസിനും സ്പ്ലിറ്റായി പോകുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായത്. എന്നാൽ ഇക്കുറി പഴയ വോട്ടുകളെല്ലാം കോൺഗ്രസ് വോട്ട് ബാങ്കുകളിലേക്ക് തന്നെ തിരിച്ചുപിടിക്കുക എന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ ചുവട് തന്നെയാണ് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കാര്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അത്തരത്തിൽ വാദങ്ങൾ ശക്തമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നിയമസഭ പിടിക്കണം എന്ന ഒരു ഉദ്ദേശം കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യമായ രീതിയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നിയമസഭയിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസിൽ ചില ചർച്ച സജീവമായി നടക്കുകയാണ്. കാരണം തിരുവനന്തപുരം നിയമസഭയിൽ CMPയുടെ നേതാവായ CP ജോണിനെ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം കാര്യമായ രീതിയിൽ UDFിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പാർട്ടിക്കുള്ളിലുണ്ട്. അത് ഔദ്യോഗികപരമായ ഒരു ചർച്ചയല്ല, അനൗദ്യോഗികപരമായ ഒരു ചർച്ചയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭ എന്നത് VS ശിവകുമാറിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിയാക്കിയ, അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. തിരുവനന്തപുരം ജില്ലയിലെ ടൗൺ മണ്ഡലമായ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. BJPയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ BJPക്ക് അനുകൂലമായൊരു തരംഗം കാര്യമായ രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉടലെടുത്തു വന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് നഗരകേന്ദ്രമായ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ തന്നെയാണ് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനും ഒരു ജീവൻ മരണ പോരാട്ടമായ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുക എന്ന രാഷ്ട്രീയ ചർച്ച സജീവമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കാലങ്ങളായി UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചു വരുന്ന VS ശിവകുമാറിനെ മാറ്റിക്കൊണ്ട് CMPയുടെ നേതാവായ CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു ചർച്ച സജീവമായി നിൽക്കുന്നത്. എന്തുകൊണ്ട് ആ ചർച്ച സജീവമാകുന്നു എന്നതിൻ്റെ മറ്റൊരു തലം കൂടി പുറത്തു വരുന്നത് VS ശിവകുമാറിന് നെയ്യാറ്റിൻകര സ്ഥാനാർത്ഥിയാകുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലേക്ക് CMP നേതാവായ CP ജോണിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളൊരു മറു അഭിപ്രായം കൂടി കാര്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നുണ്ട്. CP ജോൺ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ UDFന് അത്ര എളുപ്പത്തിലൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം UDFിൻ്റെ പ്രകടന പത്രികയിൽ കാര്യമായ രീതിയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് CP ജോൺ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാഠവും UDFന് എല്ലാ കാലങ്ങളിലും ഗുണകരമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രകടന പത്രികകളിലെല്ലാം കൃത്യമായ രീതിയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവായ CP ജോണിനെ തിരുവനന്തപുരം നിയമസഭയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി നിൽക്കുമ്പോൾ അവിടെ പ്രധാനമായി ചിന്തിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നിലവിൽ അവിടുത്തെ MLA ആയി വിജയിച്ചു വന്നിട്ടുള്ളത് ആന്റണി രാജുവാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള ആന്റണി രാജു തിരുവനന്തപുരം നിയമസഭയ്ക്കുള്ളിൽ വലിയ സ്വാധീനമുള്ള, ജനസ്വീകാര്യതയുള്ള, ജനപങ്കാളിത്തത്തോടെ പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ജനസ്വീകാര്യതയെ കാര്യമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് VS ശിവകുമാർ. CP ജോണിനും അതിലുള്ള കരുത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം ഒരു സമർത്ഥനായ സ്ഥാനാർത്ഥിയാണ്, ഒരു സമർത്ഥനായ നേതാവൊക്കെ ആണെങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP ഒരു A+ മണ്ഡലമായി കാണുന്ന ജില്ലയിലെ A+ നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. ഏതു വിധേനയും അവിടെ അധികാരത്തിലേറുക എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. അതുകൊണ്ട് നിലവിലവിടെ LDFിൻ്റെ MLA ഉള്ള, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന, BJP A+ മണ്ഡലമായി സജീവമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കാര്യമായ രീതിയിലുള്ള ത്രികോണ മത്സരം നടക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അല്ലെങ്കിൽ അടിവരയിട്ട് തന്നെ പറയാം, അവിടെ കാര്യമായ രീതിയിലൊരു ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് തന്നെ. അത്തരത്തിലൊരു ത്രികോണ മത്സരം ഉണ്ടായാൽ അവിടെ ആര് വിജയിക്കും എന്നുള്ളതാണ്
ആദ്യം ചിന്തിക്കേണ്ടത്. അതായത് CP ജോണിനെ സംബന്ധിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ കാര്യമായ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു നേതാവാണ്. ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുന്ന നേതാവാണ്. അത്തരത്തിൽ വരുമ്പോൾ CP ജോണിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ പോകും. ഇനി അതല്ല, അവിടെ സ്വാഭാവികമായും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് ആന്റണി രാജു ആകും. അത്തരത്തിൽ ആന്റണി രാജു മത്സരിക്കുകയാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. അത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ BJPയോട് അനുകമ്പ പ്രകടിപ്പിക്കുന്ന മറ്റു ചില ക്രൈസ്തവ വോട്ടുകളുണ്ട്, അത് കൃത്യമായി BJPക്ക് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ നിലവിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന 45%-ലേറെയുള്ള നായർ വോട്ടുകൾ കൃത്യമായ രീതിയിൽ BJP സ്ഥാനാർത്ഥി ഒരു നായർ കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ ലഭിക്കുകയും അത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 48,000-ൽ പരം വോട്ടായിരുന്നു ആന്റണി രാജു കരസ്ഥമാക്കിയത്. ആ സമയം അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ VS ശ്രീകുമാർ നേടിയത് 41,000 വോട്ടുകളായിരുന്നു. അതായത് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ BJPയുടെ വോട്ടും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കൃഷ്ണകുമാർ അവിടെ 35,000 വോട്ടായിരുന്നു നേടിയെടുത്തത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ള കണക്കുകളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമായിരുന്നു നഗരകേന്ദ്രങ്ങളിലെല്ലാം BJP ഉണ്ടാക്കിയത്. 4,000 വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നേരിയ വ്യത്യാസത്തിലായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. നെയ്യാറ്റിൻകരയിലെയും പാറശാലയിലെയും വോട്ടുകൾ കൊണ്ടായിരുന്നു ശശി തരൂരിൻ്റെ വിജയം എന്നുള്ളത് പല മാധ്യമങ്ങളും പുറത്തുവിട്ട വാർത്തയാണ്. 2ാം സ്ഥാനത്തായിരുന്നു BJP. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻപതിയിൽ നിന്നൊരു മണ്ഡലം കൂടിയായിരുന്നു തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി കാണാനായിട്ടുണ്ട്. കൂടാതെ അടുത്ത തവണ കോർപ്പറേഷൻ BJP പിടിക്കും. അതിനുവേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട് BJPയുടെ ഭാഗത്തുനിന്ന്. കൂടാതെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിനുള്ളിൽപ്പെടുന്ന 22 വാർഡുകളുണ്ട്. ആ 22 വാർഡുകളിൽ ഒട്ടുമിക്ക വാർഡുകളിലും BJP വിജയിച്ച് നിൽക്കുന്ന വാർഡുകളാണ്. അത്തരത്തിലെല്ലാം പരിശോധിക്കുമ്പോൾ BJPക്ക് സ്വാധീനം ഏറെയുള്ള ഒരു നിയമസഭാ മണ്ഡലമായി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം കാണേണ്ടതായിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ 2 ജനസ്വീകാര്യതയുള്ള ജനകീയ നേതാക്കന്മാരായ 2 പേർ മത്സരിക്കുമ്പോൾ അത് ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് VS ശ്രീകുമാറിനെ തന്നെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതായിരിക്കും കോൺഗ്രസിന് ഉചിതമായ തീരുമാനമെന്ന പാർട്ടിക്കുള്ളിലെ ചില രാഷ്ട്രീയ വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. എന്തായാലും CP ജോണിനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും, ഏത് തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുമെന്നറിയുവാൻ ഇനി ഏതാനും മാസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 7-8 മാസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്.